ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ പാരൻസിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കുട്ടികളെ പഠിപ്പിക്കാനായാലും ഹോംവർക്ക് എഴുതിക്കാനായാലും ഫുൾ ഡേ അവർ നമ്മളുടെ കൂടെ തന്നെയാണ്. അപ്പോൾ എല്ലാ ആക്ടിവിറ്റിയും നമ്മൾ തന്നെ ചെയ്യണം. സ്കൂൾ എന്നൊരു ഓപ്ഷൻ ഇപ്പോൾ നിലവിലില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അതുപോലെ കുട്ടികളും നമ്മളുടെ കൂടെ ഇരുന്ന് ചെയ്ത് അതായത് സ്കൂളിൽ പോകാത്തതുകൊണ്ട് നമ്മളുടെ കൂടെ തന്നെ പഠിക്കേണ്ട ആവശ്യമായതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്. ചില കുട്ടികൾ കരഞ്ഞിട്ടൊക്കെയാണ് വീഡിയോസൊക്കെ ചെയ്യുന്നത്, അതുപോലെ എഴുതുന്നതൊക്കെ. അപ്പോൾ എൻ്റെ മോളും ഇപ്പോൾ പോകുന്നുണ്ട്, ഞാനും ഇതേ സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുട്ടികളെ എളുപ്പത്തിൽ എങ്ങനെയാണ് എഴുതിക്കുക, അതുപോലെ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളായാലും കുറച്ച് സമയം കൊണ്ട് എങ്ങനെയാണ് ചെയ്യിക്കുക, അപ്പോൾ അവരെ ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ അവർക്ക് ഒരു സ്ട്രഗിൾ ആവാത്ത രീതിയിൽ എങ്ങനെയൊക്കെ ചെയ്യിക്കാം, അതിനുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കീപ്പ് വാച്ചിങ്. ഫസ്റ്റത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ എല്ലാ സബ്ജക്റ്റും കൂടി ഒന്നിച്ച് കുട്ടികളുടെ മുന്നിൽ കൊടുക്കരുത്. ഇപ്പോൾ ഒരു ദിവസം 3 സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ആ 3ൻ്റെയും ബുക്ക് ഒരുമിച്ച് കൊടുത്ത് എല്ലാ ഹോംവർക്കും ഇതെഴുതണം, അടുത്തത് ഇതെഴുതണം, അടുത്തത് ഇതെഴുതണം, അങ്ങനെ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് അവർക്ക് കൊടുക്കും. അവർക്കത് കാണുമ്പോൾ തന്നെ ദേഷ്യം വരും, പറ്റില്ല, അവർ എഴുതില്ല, മടി പിടിക്കും, പിന്നെ നമ്മൾ വടിയെടുക്കും, നമ്മൾ മിരട്ടും, അങ്ങനെയൊക്കെ ആയിട്ട് ഒരു അപ്രോച്ച് ആയിരിക്കും നോർമലി കുട്ടികളോട് ചെയ്യുന്നത് നമ്മളല്ലേ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിന്ന് നമ്മൾ മാറ്റിച്ചിട്ട്, അതായത് ഒരു സബ്ജക്റ്റ് അവർക്ക് കൊടുക്കുക, അതിൻ്റെ ടെക്സ്റ്റ്, അതിൻ്റെ നോട്ട്, അതിൻ്റെ സാധനങ്ങൾ എന്തൊക്കെയാണോ അത് മാത്രം കൊടുക്കുക, എന്നിട്ട് അതിൽ ചെയ്യിക്കുക. ഒരു സബ്ജക്റ്റ് ആദ്യം ചെയ്യിക്കുക, അതിനുശേഷം നമ്മൾ അടുത്തെടുക്കുക. ഇപ്പോൾ മാത്സ് ആണെങ്കിൽ ഇനി അടുത്തത് സയൻസ്, അങ്ങനെയായിട്ട് ഒന്നൊന്നായിട്ട് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുക. പിന്നെ നമ്മളെല്ലാ പാരൻസും എപ്പോഴും പറയാറുള്ള കാര്യമാണ്, അതായത് നമ്മളുടെ ഒരു സ്ട്രെസ്സ് കുറയ്ക്കുകയാണ് നമ്മൾ. അതായത് ഇത് നീ എഴുതിയിട്ട് വേണം, അടുത്ത മാത്സ് ഉണ്ട്, ഇനി ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം ഉണ്ട്, ഇതൊക്കെ എഴുതാൻ കിടക്കുന്നുണ്ട്, വേഗം എഴുതിക്കോ. ഇതെല്ലാ പാരൻസും പറയാറുണ്ടാവും മോസ്റ്റ്ലി. അപ്പോൾ അവർക്കിത് ഓട്ടോമാറ്റിക്കലി ടെൻഷൻ കയറണോ, ഞാൻ ഇത് കഴിഞ്ഞിട്ട് വേണം അത് എഴുതണം, ഇത് എഴുതണം. അപ്പോൾ നോർമലി അവരുടെ കോൺഫിഡൻസ് ലെവൽ അവിടെ കുറയാണ്, അതുപോലെ എഴുതാനുള്ള താല്പര്യവും കുറയാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഒരു സബ്ജക്റ്റ് ആദ്യം കൊടുക്കുക, അത് ചെയ്യിക്കുക. അതിനോടൊപ്പം തന്നെ അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവരെ അപ്രിഷ്യേറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നന്നായി എഴുതിയിട്ടുണ്ട്, അങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടോ? കൂടുതൽ പാരൻസും എഴുതി പറഞ്ഞോ, നീ ഇത് എഴുതി, ഇനി അടുത്തത് എഴുതുക, അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ കുട്ടികളെ അപ്രിഷ്യേറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നന്നായി ചെയ്തിട്ടുണ്ട്, നന്നായി എഴുതിയിട്ടുണ്ട്, അവരെ നന്നായിട്ടൊന്ന് പുകഴ്ത്തി പറയുക. അപ്പോഴാണ് അവർക്ക് അവരുടെ കോൺഫിഡൻസ് ലെവൽ ഇമ്പ്രൂവ് ആവുള്ളൂ, അടുത്ത സബ്ജക്റ്റ് പഠിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാവുള്ളൂ. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമുക്ക് അവർക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആദ്യം എടുത്ത് പഠിപ്പിക്കാം. അപ്പോൾ അതാകുമ്പോൾ അവർക്ക് ഇപ്പോൾ ചില കുട്ടികൾക്ക് മാത്സ് ഇഷ്ടമുണ്ടാകും, അപ്പോൾ മാത്സിലെ പ്രോബ്ലം സോൾവിങ് ഒക്കെ ഒന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ അവർ ചെയ്തിട്ട് ആൻസർ കിട്ടുമ്പോൾ അവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും, ഞാൻ നന്നായിട്ട് ചെയ്തു. അപ്പം നമ്മൾ അതിൻ്റെ കൂടെ അടുത്ത സബ്ജക്റ്റിലെ ഹോംവർക്ക് കൂടി ഒന്ന് കൊടുക്കുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ചെയ്യാനുള്ള ഒരു തോന്നൽ അവർക്ക് ഉണ്ടാവും. അപ്പോൾ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് സബ്ജക്റ്റ് നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ഇപ്പോൾ ടൈം ടേബിളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഡെയിലി റുട്ടീനെ ഒരു ടൈം ടേബിൾ ഇല്ലാണ്ടാണ് പോകുന്നത്. അതായത് ഫസ്റ്റ് ഇപ്പോൾ സ്കൂളുണ്ടെങ്കിൽ ഇത്ര മണിക്ക് എണീക്കണം, ഇത്ര മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്, വണ്ടി വരും, അല്ലെങ്കിൽ റെഡിയായി നിൽക്കണം, സ്കൂളിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, കളിക്കുന്നു, അതുപോലെ എല്ലാത്തിനും ഓരോ ടൈമിംഗ് ആയിരിക്കും. ഇപ്പോൾ ഒരു ടൈമിംഗ് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, കുട്ടികൾക്ക് അങ്ങനെ അവരെ വിടരുത്. ചിലപ്പോൾ ചില മമ്മീസൊക്കെ വൈകുന്നേരം വരെ നമ്മളുടെ ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് അങ്ങനെ പോകും, പിന്നെ വൈകിട്ടായിരിക്കും കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഇരുത്തുക. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഒരു ഫിക്സഡ് ടൈമിംഗ് വെക്കുക അവർക്ക് പഠിക്കാനായിട്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഡെയിലി പഠിക്കണം. അപ്പോൾ എല്ലാ ടൈമും പഠിക്കുക. നമ്മളിപ്പോൾ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകുമ്പോൾ അവരോട് നീ പഠിച്ചില്ലല്ലോ, നീ എഴുതിയില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ടാവും. അവർ ചിലപ്പോൾ അത് കേട്ടൊന്നും ഇരിക്കില്ല, എഴുതിയൊന്നും വരില്ല. അപ്പോൾ നമ്മളൊരു ഫിക്സഡ് ടൈം, നമ്മൾക്ക് ഫ്രീ ആവുന്ന ഒരു ഫിക്സഡ് ടൈം വയ്ക്കുക. ആ ഒരു ടൈമിൽ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കുക. പിന്നെ പഠിപ്പിക്കുന്ന കാര്യം മസ്റ്റായിട്ടും നമ്മൾ ഒരു ഫിക്സഡ് ടൈമിംഗ് വെച്ചിട്ട് പഠിപ്പിച്ചുകൊണ്ട് പോവുക. പിന്നെ എഴുതിക്കുന്ന കാര്യം നമുക്ക് മെല്ലെ നമ്മളുടെ ഫ്രീ ടൈം, അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്രീ ടൈം കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് മെല്ലെ എഴുതിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഈ വെക്കുന്ന ടൈമിൽ, അതായത് നമ്മൾ കുട്ടികളോട് പറയുന്നതാണ് എപ്പോഴും പഠിക്കുക, ആ ഒരു രീതി മാറ്റിയിട്ട് നമ്മൾ വെക്കുന്ന ടൈമിൽ മാത്രം നമ്മൾ പഠിക്കുക എന്ന് പറയാം. പഠിക്കാൻ വേണ്ടി ഇരിക്കുക, ഇത് നിന്റെ പഠിക്കേണ്ട സമയമാണ്, ഇപ്പം നീ പഠിക്കുക വേണം, അങ്ങനെ ഒരു സമയം വെക്കുക. നമ്മൾ രാവിലെ തൊട്ട് അവർ ഉറങ്ങണ വരെയും പഠിക്കുക, ആ ഒരു അപ്രോച്ച് അവരുടെ അടുത്ത് നിന്ന് കളയുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ.
ഇനി അടുത്തൊരു മെയിൻ പോയിന്റ് ആണ്, അതായത് ത്രൂ വർക്ക്ഷീറ്റ് നമ്മൾ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ എൻ്റെ ചാനലിൽ ഒരുപാട് വർക്ക്ഷീറ്റ്സിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ കുട്ടികൾക്കാണ് മെയിനായിട്ട്. അപ്പോൾ അവർക്ക് വർക്ക്ഷീറ്റിലൂടെ പഠിപ്പിക്കണം. നമ്മൾ നോർമലി സ്ലൈറ്റ് ഫുള്ളും എ എഴുതണം. അപ്പോൾ സ്ലൈറ്റും പെൻസിലും നീ എ എഴുതുമെന്ന് പറഞ്ഞാൽ അവർ ഒരിക്കലും എഴുതില്ല. അപ്പം നമ്മൾ ചീത്തയൊക്കെ പറയുമ്പോൾ അങ്ങനെ എഴുതായിരിക്കും. പിന്നെ എഴുതാൻ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾ എഴുതിയായിരിക്കും. മോസ്റ്റ്ലി കുട്ടികൾ എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ ത്രൂ വർക്ക്ഷീറ്റ് ഉണ്ടാക്കുക. പല രീതിയിൽ, പല ടൈപ്പിൽ, പല ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ വർക്ക്ഷീറ്റ് ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കാം. അപ്പോൾ അവർ അതിൽ എഴുതും ചെയ്യും, കൗണ്ട് ചെയ്യും, മാത്സ്, EVS അങ്ങനെ മിക്സഡ് സബ്ജക്ട്സ് ആയിട്ട് നമുക്ക് പല രീതിയിൽ വർക്ക്ഷീറ്റ്സ് ഉണ്ടാക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വർക്ക്ഷീറ്റ്സ് ആവശ്യമാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ത്രൂ വർക്ക്ഷീറ്റ് നമ്മൾ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരുപാട് സമയം, ഈ പഠിപ്പിക്കുന്ന സമയം ഒരുപാട് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, നമുക്കും സ്ട്രെയിൻ ഇല്ല കുട്ടികളെ പഠിപ്പിക്കാനായിട്ട്. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഓക്കെ, പിന്നെ കുറച്ച് പാരൻസിൻ്റെ, അതായത് ഇന്ന് എടുത്തത് ഇന്ന് തന്നെ പഠിക്കണം അങ്ങനെ. അതായത് ചില കുട്ടികൾക്ക് നല്ല ഗ്രാസ്പിംഗ് പവർ ഉണ്ടാവും. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ ഉൾക്കൊള്ളും, പെട്ടെന്ന് പഠിക്കും. അപ്പോൾ ചില കുട്ടികൾക്ക് വീഡിയോസൊക്കെ ടീച്ചേഴ്സ് ഇടാൻ പറയുമ്പോൾ ചില കുട്ടികൾ ചടപടേന്ന് വീഡിയോസ് ഇട്ടിട്ട് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ അത് അവരുടെ ഒരു കഴിവാണ്. അപ്പോൾ എല്ലാ കുട്ടികളും ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ നമ്മളുടെ കുട്ടികൾ അങ്ങനെ പെട്ടെന്ന് പഠിച്ചെടുക്കുന്നില്ല എന്നെങ്കിൽ, അവർക്ക് ഒരു കാര്യം നേരെ മനസ്സിലായില്ലെങ്കിൽ നമ്മളതൊന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് നാളെ റിവൈസ് ചെയ്യുക. നാളെ അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ വരുമ്പോൾ നമ്മളത് ഒന്നുകൂടി പറഞ്ഞു കൊടുത്ത് സമാധാനത്തിൽ പറഞ്ഞ് മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ചൈന ഭാഷ നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് ചൈനീസ് അറിയില്ലല്ലോ. ചൈനയിൽ ABCD 1 2 3 എല്ലാം ഒരു ദിവസം കൊണ്ട് പഠിക്കുന്ന പറഞ്ഞാൽ നമുക്ക് സാധിക്കുന്ന കാര്യമില്ല. അപ്പോൾ കുട്ടികളും എല്ലാത്തിലും പുതിയതാണ്, അവർക്ക് ഒന്നും അറിയില്ല. EVS, മാത്സ്, സയൻസ് അതുപോലെ ഒന്നും അറിയില്ല അവർക്ക്. എല്ലാം പുതിയതാണ് അവർക്ക്. അപ്പോൾ അവർ പഠിച്ചു വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ പാരൻസ് ഉൾക്കൊള്ളണം. അപ്പോൾ ഇത് ഇത്ര സിമ്പിളായ കാര്യമില്ല, നിനക്ക് എന്തുകൊണ്ട് പഠിച്ചുകൂടാ, ആ ഒരു അപ്രോച്ച് നമ്മൾ കുട്ടികളുടെ അടുത്ത് നിന്ന് ഒഴിവാക്കായിരിക്കും നല്ലത്. പിന്നെ അടുത്തൊരു പോയിന്റാണ് നമ്മളുടെ ദേഷ്യം അല്ലെങ്കിൽ നമ്മളുടെ ഒരു സ്ട്രെസ്സ് കുട്ടികളുടെ മേലിൽ. അതായത് ഇന്ന ടൈമിന് വീഡിയോ ഇടാൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇന്ന ടൈമിൽ ഹോംവർക്ക് അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഇപ്പോൾ ഇത് നമ്മളുടെ ഒരു ആവശ്യം പോലെയാണല്ലേ. അപ്പോൾ ഇട്ടില്ലെങ്കിൽ ടീച്ചർ വിളിക്കും, അതൊരു ബുദ്ധിമുട്ടായ കാര്യമാണ്. അപ്പോൾ നമ്മളുടെ ഒരു ആവശ്യം പോലെയാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ സ്ട്രെസ്സ് കുട്ടികളുടെ മേലിൽ അടിച്ചേൽപ്പിക്കരുത്. അപ്പോൾ അവരുടെ കോൺഫിഡൻസ് ലെവൽ കുറയും. ഒപ്പം തന്നെ നമ്മൾ മറ്റുള്ളവരോട് പറയും ഇവനൊന്നും പഠിക്കില്ല, അവനെ എഴുതുന്നില്ല, ഇങ്ങനെ കംപ്ലയിൻസ് പറയുന്നത്. അപ്പോൾ കുട്ടികളുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി അവനൊരു പഠിക്കാത്ത കുട്ടിയാണ്, എഴുതാത്ത കുട്ടിയാണ് എന്നുള്ളൊരു ഫീൽ വരും. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. ഓക്കെ, ഇനി ലാസ്റ്റിലെ പോയിന്റാണ്, മെയിൻ പോയിന്റാണ്. അതായത് നമ്മൾ അവരുടെ കൂടെ തന്നെ ഇരുന്ന് ഒരുപാട് ഹെൽപ്പ് ചെയ്യരുത് അവർക്ക്. ഇപ്പോൾ അവർക്ക് പഠിപ്പിക്കുന്ന ടൈമിൽ പുതിയൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എന്തായാലും അവർക്ക് നന്നായിട്ട് പറഞ്ഞു കൊടുക്കണം, അവരുടെ അടുത്ത് തന്നെ ഇരിക്കണം. എഴുതിക്കുന്ന സമയത്ത് നമ്മൾ മെല്ലെ ഒന്ന് അവരുടെ അടുത്ത് നിന്ന് മാറും. ഇപ്പോൾ കിച്ചണിൽ വല്ല വർക്ക് ഉണ്ടാകുമ്പോൾ ഒപ്പം തന്നെ അവരെ എഴുതിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വർക്കും ചെയ്യാം, അവരെ എഴുതിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ എപ്പോഴും അടുത്തിരിക്കുമ്പോൾ ഇപ്പോൾ കുട്ടികൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റ് വന്നാൽ നമ്മളപ്പോൾ പറയും അതങ്ങനെയല്ല അത് തെറ്റി നീ എഴുതിയത് തെറ്റാണെന്ന് പറയും. അപ്പോൾ അവർ ആലോചിക്കുന്നില്ല ഇത് തെറ്റാണോ ശരിയാണോ. ഇങ്ങനെ എഴുതുമ്പോൾ നമ്മളങ്ങനെ നോക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും നമ്മളുടെ ഒരു മുഖഭാവം നോക്കിയിട്ട് അവർക്ക് മനസ്സിലാക്കും ഇത് തെറ്റാണോ ശരിയാണോ. അപ്പോൾ അവർ സ്വയം അനലൈസ് ചെയ്യുന്നില്ല, അവരുടെ ബ്രെയിൻ അവർ യൂസ് ചെയ്യുന്നില്ല ആൻസർ കണ്ടുപിടിക്കാനായിട്ട്. നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടാണ് അവർ എഴുതുന്നത്. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് നിന്ന് മാറിയിരിക്കുക. കുറേയൊക്കെ അവരെ കൊണ്ട് തനിയെ ചെയ്യിക്കുക. കൂടുതലും ചെറിയ കുട്ടികൾ മുതൽ തന്നെയാണ് പറയുന്നത്, എഴുതിക്കേണ്ട കാര്യങ്ങൾ തനിയെ എഴുതട്ടെ, അവർ തെറ്റിക്കട്ടെ, എന്നിട്ട് നമ്മൾ പിന്നെ വന്നിട്ട് ഇറേസ് ചെയ്തിട്ട് മാറ്റിയിട്ട് എഴുതിപ്പിക്കുക. അപ്പോഴാണ് അവർ അത് തെറ്റാണ് ശരിയായത് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കുള്ളൂ. എങ്കിൽ നമ്മൾ ഒപ്പം ഇരുന്ന് മാച്ച് ഇങ്ങനെ എഴുതിക്കുമ്പോൾ അത് നമ്മളുടെ ഒരു ജോലിയാവും. മാക്കിലും അടുത്ത് ശരിയായതല്ലോ, അത് നമ്മൾ തന്നെ പഠിക്കണം, അവർ പഠിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള കുറച്ച് ടിപ്സ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് പറയാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.